അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രയാസങ്ങൾ അകറ്റിത്തരട്ടെ, എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിത്തരട്ടെ, മാറാവ്യാധി രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോൾ പെട്ടെന്ന് ഉറക്കം വരാൻ, നിമിഷ നേരം കൊണ്ട് ഉറക്കം വരാൻ നാം ചൊല്ലേണ്ട അത്ഭുതകരമായ ഒരു ആയത്തും ഒരു മന്ത്രവുമാണ്. അതുപോലെ തന്നെ രാത്രി വൈകി ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്ന മാരകമായ രോഗങ്ങളെ കുറിച്ചുമാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് ആളുകളുടെ പ്രശ്നമാണ് ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരുന്നില്ല എന്നുള്ളത്. ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരുന്നില്ലെങ്കിൽ നാം ചെയ്യേണ്ടത് സൂറത്തുൽ അഹ്സാബിലെ 56-ാമത്തെ ആയത്ത് അഥവാ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ ആയത്ത് ഒരു 3 പ്രാവശ്യം ചൊല്ലി കിടന്നു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മൾക്ക് ഉറങ്ങാൻ കഴിയുമെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉറങ്ങാൻ കിടന്നാൽ ഉറക്കമില്ലാത്ത പ്രയാസമുണ്ടാകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലിയിരുന്ന അത്ഭുതകരമായ ഒരു മന്ത്രവും നാം ചൊല്ലേണ്ടതുണ്ട്. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ റബ്ബുസ് സമാവാതി വൽ അർള് വമാ ബൈനഹുമാൽ അസീസുൽ ഗഫാർ. ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ റബ്ബുസ് സമാവാതി വൽ അർള് വമാ ബൈനഹുമാൽ അസീസുൽ ഗഫാർ. ഇതെല്ലാവരും പഠിച്ചു വെക്കുക, എഴുതിയെടുക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക. ഇനി എന്റെ പ്രിയമുള്ളവരെ, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മളുടെ ബെഡ്റൂമിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ബെഡ്റൂം അടിപൊളിയാക്കുക എന്നുള്ളതാണ്. ബെഡ്റൂമിൽ നല്ല വായു ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നല്ല സുഗന്ധം ഉണ്ടായിരിക്കണം. നല്ല അന്തരീക്ഷം ബെഡ്റൂമിൽ ഇല്ലെങ്കിൽ ഉറങ്ങാൻ കിടന്നാൽ നമ്മൾക്ക് ഉറക്കം വരാത്ത ഒരു അവസ്ഥ ഉണ്ടാകുമെന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ട് ബെഡ്റൂം അടിപൊളിയാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ കാര്യം, രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. പല ആളുകളും ഭക്ഷണം വൈകിയാണ് കഴിക്കാറുള്ളത്. അങ്ങനെ വൈകി ഭക്ഷണം കഴിച്ച് വൈകി കിടന്നാൽ പെട്ടെന്ന് ഉറക്കം വരാത്ത അവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങാൻ പാടില്ല. ഭക്ഷണം കഴിച്ച് ഒരു 100 അടിയെങ്കിലും നടക്കണമെന്ന് മഹാന്മാർ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണം. അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നിരുന്നത്. ഇനി എന്റെ പ്രിയമുള്ളവരെ, കൃത്യസമയത്ത് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും കൃത്യസമയത്ത് ഉറങ്ങാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കിടന്ന ഉടനെ നിമിഷ നേരം കണ്ട് ഉറങ്ങാൻ കഴിയുമെന്നുള്ളതാണ്. ഇനി നമ്മൾ വൈകി ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ രോഗം ഓർമ്മക്കുറവുണ്ടാകുന്നുള്ളതാണ്. കുട്ടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. വൈകി ഉറങ്ങിക്കഴിഞ്ഞാൽ ഓർമ്മക്കുറവുണ്ടാകും, പഠിച്ചതൊക്കെ മറന്നുപോകും, പരീക്ഷയ്ക്ക് പഠിച്ചതൊന്നും ഓർമ്മയുണ്ടാവുകയില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ അസുഖം, രോഗപ്രതിരോധ ശേഷി നമ്മൾക്ക് കുറയും. എത്ര മരുന്ന് കഴിച്ചാലും എത്ര ഗുളിക കുടിച്ചാലും അത് നമ്മളെ ശരീരത്തിൽ പിടിക്കുകയില്ല എന്നുള്ളതാണ്. അതുപോലെ മൂന്നാമത്തത് അമിതവണ്ണം ഉണ്ടാകും. അതുപോലെ തന്നെ പ്രമേഹ രോഗം അധികരിക്കും. ഇങ്ങനത്തെ അവസ്ഥ വൈകി ഉറങ്ങിയാൽ നമ്മൾക്ക് ഉണ്ടാകുമെന്ന് വിദഗ്ധന്മാരായ ഡോക്ടർമാരും വൈദ്യന്മാരും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറക്കമില്ലാത്തവർക്ക് നേരത്തെ ഉറങ്ങാനുള്ള തൗഫീക്ക് നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളും അകറ്റി തരട്ടെ. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ, സന്തോഷം നൽകണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇങ്ങനെയുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.